പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, എല്ലാവർക്കും കേരള ഗവേണൻസിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എംപ്ലോയ്മെന്റ് ആൻഡ് ലേബറിലെ ആദ്യ ക്ലാസ്സിലൂടെ അടിസ്ഥാനമായ വിവരങ്ങൾ പഠിച്ചുറപ്പിച്ചു. എന്തൊക്കെയാണ് പഠിച്ചത് എന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ട് എന്ന് ഞാൻ കരുതുന്നു. എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചേ? എന്താണ് തൊഴിലെന്ന് പഠിച്ചു, ആരാണ് തൊഴിലാളികളെന്ന് പഠിച്ചു, തൊഴിലാളി ജനസംഖ്യ അനുപാതത്തെക്കുറിച്ച് പഠിച്ചു, ആരാണ് സ്വയം തൊഴിൽ ചെയ്യുന്ന വ്യക്തി എന്ന് പഠിച്ചു, ആരാണ് സ്ഥിര ശമ്പളക്കാരെന്ന് പഠിച്ചു, ആരാണ് കൂലിപ്പണിക്കാരെന്ന് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ആരാണ് തൊഴിൽരഹിതരെന്ന് പഠിച്ചു. 3 തരം തൊഴിലില്ലായ്മകൾ പഠിച്ചു അല്ലെ? ഏതൊക്കെയാ? പ്രത്യക്ഷ തൊഴിലില്ലായ്മ, കാലിക തൊഴിലില്ലായ്മ, പിന്നെ പ്രച്ഛന്ന തൊഴിലില്ലായ്മ. തൊഴിലുകളും അവ ഉൾപ്പെടുന്ന സാമ്പത്തിക മേഖലയും പഠിച്ചുറപ്പിച്ചു. പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല. പിന്നെ ഇന്ത്യയിലെ തൊഴിൽ നയങ്ങളൊക്കെ ഏകീകരിക്കുവാൻ, സാമൂഹിക സുരക്ഷയുടെ അടിസ്ഥാനത്തിൽ ഏകീകരിക്കുവാൻ വേണ്ടി നിർദ്ദേശിച്ച ദേശീയ തൊഴിൽ കമ്മീഷൻ രൂപീകരിച്ചത് 2002 പഠിച്ചു. ശരിയല്ലേ? ഇന്നേ ദിവസം നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് തൊഴിൽ കമ്മീഷന്റെ നിർദ്ദേശങ്ങളുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും തൊഴിലുമായി ബന്ധപ്പെട്ട കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടത്തിയ പ്രധാന പ്രവർത്തനങ്ങളിൽ ചിലതുമാണ് ഇന്നേ ദിവസം പഠിക്കാം. കാരണം തൊഴിലെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കൺകറന്റ് ലിസ്റ്റിലാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു അല്ലെ? കൺകറന്റ് ലിസ്റ്റിൽ എന്ന് പഠിച്ചു. അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും എന്ത് ചെയ്യാം? ഒരുപോലെ നിയമനിർമ്മാണത്തിന് അവകാശമുണ്ട്. ഒരുപോലെ നിയമനിർമ്മാണത്തിന് അവകാശമുണ്ട്. ശരിയല്ലേ? യെസ്. അപ്പൊ മറക്കില്ലാലോ? പഠിച്ചാലോ? യെസ്. തുടങ്ങാം. ദേശീയ തൊഴിൽ കമ്മീഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അതൊന്നുകൂടെ റിവിഷൻ ചെയ്തിട്ട് മുന്നോട്ട് പോകാം. ഓക്കെ, കാരണം അതുമായി ബന്ധപ്പെട്ടാണ് നമ്മളൊന്ന് പഠിക്കാം. അപ്പൊ ദേശീയ തൊഴിൽ കമ്മീഷൻ രൂപീകരിച്ചത് 2002 പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? തൊഴിലാളികളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നഷ്ടമാകരുത്. പകരം എന്ത് ചെയ്യണം? സാമൂഹിക സുരക്ഷ ഉറപ്പുവരുത്തണം. അതിനുവേണ്ടി നിലവിലുള്ള തൊഴിൽ നിയമങ്ങളെല്ലാം എന്ത് ചെയ്യണം? ഏകീകരിക്കണം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, യെസ്. സാമൂഹിക സുരക്ഷാ കോഡ് 2020. സാമൂഹിക സുരക്ഷാ കോഡ് എന്നാണ് രൂപീകരിക്കുക? 2020 രൂപീകരിക്കുക. മറക്കരുത്, സാമൂഹിക സുരക്ഷാ കോഡ് 2020, ദേശീയ തൊഴിൽ കമ്മീഷൻ 2002. സംഘടിതമോ അസംഘടിതമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മേഖലയിലോ ജോലി ചെയ്യുന്ന എല്ലാ തൊഴിലാളികൾക്കും ജീവനക്കാർക്കും സാമൂഹിക സുരക്ഷ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സാമൂഹിക സുരക്ഷയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ഭേദഗതി ചെയ്യുന്നതിനും ഏകീകരിക്കുന്നതിനുമായി നിലവിൽ വന്ന കോഡാണ് സാമൂഹിക സുരക്ഷാ കോഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ 2002 ദേശീയ തൊഴിൽ നയത്തിന്റെ നിർദ്ദേശ പ്രകാരം 2020 എല്ലാ മേഖലയിൽപ്പെട്ട തൊഴിലാളികളുടെയും ജീവനക്കാരുടെയും സാമൂഹിക സുരക്ഷ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സാമൂഹിക സുരക്ഷയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ഭേദഗതി ചെയ്യുന്നതിനും ഏകീകരിക്കുന്നതിനുമായി നിലവിൽ വന്ന കോഡ് അല്ലെങ്കിൽ നയമാണെന്ത്? സാമൂഹിക സുരക്ഷാ കോഡ് എന്ന പേരിൽ അറിയപ്പെടുക. അപ്പോൾ സാമൂഹിക സുരക്ഷാ കോഡ് എന്നാ നിലവിൽ വന്ന 2020. ക്ലിയർ അല്ലേ? 2020 സാമൂഹിക സുരക്ഷാ കോഡിന് പ്രസിഡന്റിന്റെ അംഗീകാരം ലഭിച്ചത് 2020 സെപ്റ്റംബർ 28. 2020 സെപ്റ്റംബർ 28 2020 സെപ്റ്റംബർ 28. മറക്കല്ലേ? 2020 സെപ്റ്റംബർ 28. ക്ലിയർ? ഇനി നമ്മൾ പറയുന്നു വാർദ്ധക്യം, അപകടങ്ങൾ, പ്രസവം തുടങ്ങിയ സാഹചര്യങ്ങളിൽ ആരോഗ്യ പരിരക്ഷയും വരുമാന സുരക്ഷയും ഉറപ്പാക്കാൻ തൊഴിലാളികൾക്ക് നൽകുന്ന സംരക്ഷണ നടപടികളാണ് പ്രധാനമായും സാമൂഹിക സുരക്ഷാ കോഡിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒരു തൊഴിലാളിക്ക് വാർദ്ധക്യം സംഭവിച്ചു. അദ്ദേഹത്തിന് പിന്നെ ജീവിക്കാൻ വേണ്ടിയുള്ള വരുമാനം കിട്ടില്ല. പക്ഷെ ജീവിക്കണ്ടേ? ജീവിക്കണം. ജീവിക്കുമ്പോൾ അന്തസ്സോടെ ജീവിക്കണ്ടേ? ജീവിക്കണം. അടിസ്ഥാന ആവശ്യങ്ങളെല്ലാം നിറവേറണ്ടേ? നിറവേറണം. അതിനെന്ത് കൊടുക്കണം? പെൻഷൻ കൊടുക്കണം. 2, അപകടങ്ങൾ. ഒരു തൊഴിലാളി ഒരു സ്ഥലത്ത് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം യാത്രക്കിടയിലോ അല്ലെങ്കിൽ തൊഴിൽ ചെയ്യുന്ന സമയത്തോ അപകടത്തിൽപ്പെട്ടു. തൊഴിൽ ചെയ്യാനുള്ള യാത്രക്കിടയിലെ അപകടമാണെങ്കിൽ കൂടി തൊഴിൽ അപകടമായി കണക്കാക്കണം എന്നതാണ് നിലവിലെ നിയമം വ്യാഖ്യാനിക്കുന്നത്. അങ്ങനെ അപകടത്തിൽപ്പെടുന്ന ആള് ചികിത്സയ്ക്ക് ആവശ്യമായിട്ടുള്ള തുക വേണം. ചികിത്സ തീരുന്നതിനുള്ള കാലഘട്ടത്ത് അദ്ദേഹത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന കുടുംബാംഗങ്ങളുടെ സംരക്ഷണം ഉറപ്പുവരുത്തണം. ഇതൊക്കെ അപകടങ്ങൾ എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടും. ഇനി പ്രസവാനുകൂല്യ നിയമത്തിൽ തൊഴിലാളികൾക്ക് 6 മാസം വരെ
ചില സ്ഥാപനങ്ങൾ 3 മാസമേ ഉള്ളൂ. എങ്കിലും 6 മാസം വരെ സർക്കാർ സ്ഥാപനങ്ങളിൽ 6 മാസം കൃത്യമായിട്ട് അവധി അനുവദിക്കാറുണ്ട്. പ്രസവ കാലഘട്ടത്ത് 6 മാസക്കാലം വരെ ശമ്പളത്തോടു കൂടിയ വേതനത്തോടു കൂടിയ അവധി ലഭ്യമാക്കാറുണ്ട്. അല്ലെ? അപ്പോ വാർദ്ധക്യം, അപകടങ്ങൾ, പ്രസവം തുടങ്ങിയ സാഹചര്യങ്ങളിൽ ആരോഗ്യ പരിരക്ഷയും വരുമാന സുരക്ഷ ഉറപ്പാക്കാൻ തൊഴിലാളികൾക്ക് നൽകുന്ന സംരക്ഷണ നടപടികളാണ് സാമൂഹിക സുരക്ഷാ കോഡ് എന്ന പേരിൽ അറിയപ്പെടുക. ഇനി പ്രസവം എന്ന് പറയുന്ന സാഹചര്യത്തിൽ അത് മാതാവിന് മാത്രമാണോ അവധി ലഭിക്കുക? അല്ല, പിതാവിനും ലഭിക്കും. മനസ്സിലായോ? പിതാവിനും ലഭിക്കും. എന്ത് ചെയ്യാൻ? പ്രസവ കാലഘട്ടത്ത് തന്റെ ഭാര്യയോടൊപ്പമായിരിക്കണം, മാതാവിനോടൊപ്പമായിരിക്കുവാൻ ഭർത്താവിന് അല്ലെങ്കിൽ പിതാവിന് എന്ത് കിട്ടും? അവധി കിട്ടും. സർക്കാരിലാണെങ്കിൽ സർക്കാർ സ്ഥാപനങ്ങളിലാണെങ്കിൽ ഏകദേശം 1 മാസം വരെ, സ്വകാര്യ സ്ഥാപനങ്ങളിലാണെങ്കിൽ മിനിമം 7 ദിവസം എങ്കിലും അവധി നൽകാറുണ്ട്. അത് ശമ്പളത്തോടു കൂടിയ അവധിയാണ്. ഓക്കെ. സാമൂഹിക സുരക്ഷയുമായി ബന്ധപ്പെട്ട് 9 കേന്ദ്ര തൊഴിൽ നിയമങ്ങൾ സംയോജിപ്പിച്ചുകൊണ്ടാണ് 2020 സാമൂഹിക സുരക്ഷാ കോഡ് രൂപീകരിക്കുക. സാമൂഹിക സുരക്ഷയുമായി ബന്ധപ്പെട്ട 9 കേന്ദ്ര തൊഴിൽ നിയമങ്ങൾ സംയോജിപ്പിച്ചുകൊണ്ടാണ് എന്ത് രൂപീകരിക്കുന്നത്? 2020 സാമൂഹിക സുരക്ഷാ കോഡ് രൂപീകരിക്കുക. മറക്കല്ലേ, ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ സാമൂഹിക സുരക്ഷാ കോഡ് 2020 സംഘടിതമോ അസംഘടിതമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മേഖലയിലെയോ എല്ലാ തൊഴിലാളികൾക്കും ജീവനക്കാർക്കും സാമൂഹിക സുരക്ഷ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സാമൂഹിക സുരക്ഷയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ഭേദഗതി ചെയ്യുന്നതിനും ഏകീകരിക്കുന്നതിനുമായി നിലവിൽ വന്ന കോഡാണ് സാമൂഹിക സുരക്ഷാ കോഡ് 2020. ഇതിന് പ്രസിഡന്റിന്റെ അംഗീകാരം ലഭിച്ചത് 2020 സെപ്റ്റംബർ 28. ഡേറ്റ് മറക്കരുത്. വാർദ്ധക്യം, അപകടങ്ങൾ, പ്രസവം തുടങ്ങിയ സാഹചര്യങ്ങളിൽ ആരോഗ്യ പരിരക്ഷയും വരുമാന സുരക്ഷയും ഉറപ്പാക്കാൻ, ആരോഗ്യ പരിരക്ഷയും കൂടാതെ വരുമാന സുരക്ഷയും ഉറപ്പാക്കാൻ തൊഴിലാളികൾക്ക് നൽകുന്ന സംരക്ഷണ നടപടികളാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. സാമൂഹ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ട 9 കേന്ദ്ര തൊഴിൽ നിയമങ്ങൾ സംയോജിപ്പിച്ചുകൊണ്ടാണ് എന്ത് രൂപീകരിച്ചത്? 2020 സാമൂഹിക സുരക്ഷാ കോഡ് രൂപീകരിച്ചത്. ആ 9 കേന്ദ്ര തൊഴിൽ നിയമങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ആ തൊഴിൽ നിയമങ്ങളുടെ വർഷം PSC ചിലപ്പോൾ ചോദിച്ചേക്കാം. കേട്ടോ? ആ 9 തൊഴിൽ നിയമങ്ങൾ നമ്മൾ പഠിക്കാം. ഓക്കെ. ജീവനക്കാരുടെ നഷ്ടപരിഹാര നിയമം 1923. എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് നിയമം ESI എന്ന് നമ്മൾ ചുരുക്കി പറയും. ESI നിയമം പ്രത്യേകിച്ച് നമ്മൾ പഠിക്കും കേട്ടോ. എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് നിയമം ESI നിയമം 1948. എംപ്ലോയീസ് പ്രോവിഡന്റ് ഫണ്ടും വിവിധ വ്യവസ്ഥകളും നിയമം 1952. നിങ്ങൾ പത്രങ്ങൾ സ്ഥിരം കേൾക്കുന്നതാണ് അല്ലെ? എംപ്ലോയീസ് പ്രോവിഡന്റ് ഫണ്ട് EPFO എന്ന് പറഞ്ഞിട്ട്, എംപ്ലോയീസ് പ്രോവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ EPFO. ദെൻ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകൾ, ഒഴിവുകളുടെ നിർബന്ധിത അറിയിപ്പ് നിയമം 1959. അഥവാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് നിയമം പാസ്സാക്കിയത് എന്നാണ് 1959. 4 നിയമങ്ങളും പഠിക്കാം. വർഷം പഠിക്കുന്നത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പോൾ ജീവനക്കാരുടെ നഷ്ടപരിഹാര നിയമം 1923, എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് നിയമം അഥവാ ESI നിയമം 1948, എംപ്ലോയീസ് പ്രോവിഡന്റ് ഫണ്ട് നിയമം 1952, എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് നിയമം 1959, എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് നിയമം 1959, പ്രസവാനുകൂല്യ നിയമം 1961, ഗ്രാറ്റുവിറ്റിയുടെ പേയ്മെന്റ് നിയമം 1972. ഈ ഗ്രാറ്റുവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? കുറഞ്ഞത് 5 വർഷമെങ്കിലും ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന തൊഴിലാളിക്ക് ആ കാലയളവിലെ തൊഴിലുടമയുടെ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിന്റെ ലാഭവിഹിതത്തിൽ ഒരു നിശ്ചിത ശതമാനം തൊഴിലാളിക്ക് നൽകണം, പ്രവർത്തനത്തെ പരിഗണിച്ചുകൊണ്ട്. അതാണ് ഗ്രാറ്റുവിറ്റി എന്ന് പറയുക. ഏറ്റവും കുറഞ്ഞ 5 വർഷം ഒന്നുണ്ട് കേട്ടോ. അപ്പൊ ഗ്രാറ്റുവിറ്റി പേയ്മെന്റ് നിയമം 1972, സിനിമാ തൊഴിലാളി ക്ഷേമനിധി നിയമം 1981, ബിൽഡിംഗ് ആൻഡ് അതർ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് വെൽഫെയർ സെസ് 1996. ബിൽഡിംഗ് ആൻഡ് അതർ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് വെൽഫെയർ സെസ്, അതായത് കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവര് മിക്കവാറും ആരായിരിക്കും? കൂലിപ്പണിക്കാരായിരിക്കും. അവരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് തൊഴിൽ, അതായത് കെട്ടിട ഉടമ, കെട്ടിടം ആരാണോ നിർമ്മിക്കുന്നത് അദ്ദേഹം എന്ത് ചെയ്യണം? അദ്ദേഹം നമ്മുടെ വീടിന്റെ നമ്പരുമായി ബന്ധപ്പെട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ എത്തുമ്പോൾ എന്ത് ചെയ്യണം? സെസ് നൽകണം. ഓക്കെ, സെസ് നൽകണം. ഇവർക്ക് വേണ്ടിയിട്ട് ക്ഷേമത്തിന് വേണ്ടി ഒരു നിശ്ചിത ഫണ്ട് നൽകണം. അതാണ് എന്ത് പേരിൽ അറിയപ്പെടുക? ബിൽഡിംഗ് ആൻഡ് അതർ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് വെൽഫെയർ സെസ് എന്ന പേരിൽ അറിയപ്പെടുക. അസംഘടിത തൊഴിലാളികളുടെ സാമൂഹിക സുരക്ഷാ നിയമം 2008. അസംഘടിത തൊഴിലാളികൾ എന്ന് പറയുമ്പോൾ മിക്കവാറും കോട്ടേജ് ഇൻഡസ്ട്രീസിൽ, അത് കുടിൽ വ്യവസായത്തിൽ ജോലി ചെയ്യുന്നവര്. അസംഘടിത തൊഴിലാളികളുടെ സാമൂഹിക സുരക്ഷാ നിയമം 2008.
ഓർമ്മിച്ചേക്കാം, കൂലിപ്പണിക്കാരും ചെറുകിട കുടിൽ വ്യവസായം ചെയ്യുന്നവരൊക്കെ അസംഘടിത തൊഴിലാളികൾ, ആർട്ടിസാൻസ് എന്ന ഗണത്തിൽ വരും കേട്ടോ. അപ്പോൾ 9 കേന്ദ്ര തൊഴിൽ നിയമങ്ങൾ സംയോജിപ്പിച്ചുകൊണ്ടാണ് 2020 സാമൂഹിക ക്ഷേമ കോഡ് രൂപീകരിക്കുന്നത്. ഈ സാമൂഹിക ക്ഷേമ കോഡ് രൂപീകരിക്കാൻ നിർദ്ദേശം നൽകിയത് എന്തായിരുന്നു? 2002 ദേശീയ തൊഴിൽ കമ്മീഷനായിരുന്നു. 2002 ദേശീയ തൊഴിൽ കമ്മീഷനായിരുന്നു. കണക്റ്റഡ് ആണ്, ഇമ്പോർട്ടന്റ് ആണ്. ക്ലിയർ? യെസ്. അപ്പൊ കേന്ദ്ര തൊഴിൽ നിയമങ്ങൾ എന്തൊക്കെ? ജീവനക്കാരുടെ നഷ്ടപരിഹാര നിയമം 1923, എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് നിയമം 1948, എംപ്ലോയീസ് പ്രോവിഡന്റ് ഫണ്ടുകളും വിവിധ വ്യവസ്ഥകളും നിയമം 1952, എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളുടെ നിയമം 1959, പ്രസവാനുകൂല്യ നിയമം 1961, ഗ്രാറ്റുവിറ്റി പേയ്മെന്റ് നിയമം 1972, സിനിമാ തൊഴിലാളി ക്ഷേമനിധി നിയമം 1981, ബിൽഡിംഗ് ആൻഡ് അതർ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് വെൽഫെയർ സെസ് 1996, അസംഘടിത തൊഴിലാളികളുടെ സാമൂഹ്യ സുരക്ഷാ നിയമം 2008 എന്നിവയെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ടാണ് 2020 ക്ഷേമ കോഡ് രൂപീകരിക്കുന്നത്. ഓക്കെ, ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്താലോ? ദേശീയ തൊഴിൽ കമ്മീഷൻ 2002 തൊഴിലാളികളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നഷ്ടമാകാതിരിക്കാൻ സാർവത്രികവും സമഗ്രവുമായ സാമൂഹിക സുരക്ഷ ഉറപ്പുവരുത്തണം. അതിനുവേണ്ടി നിലവിലുള്ള നിയമങ്ങൾ ലഘൂകരിക്കുകയും ഏകീകരിക്കുകയും ചെയ്യാൻ ശുപാർശ ചെയ്തത് 2002 ദേശീയ തൊഴിൽ കമ്മീഷനാണ്. മറ്റ് നിർദ്ദേശങ്ങൾ: സാമൂഹ്യ സുരക്ഷാ സംവിധാനം എല്ലാ സ്ഥാപനങ്ങൾക്കും ബാധകമാക്കണം. അത് സർക്കാർ സ്ഥാപനങ്ങളായിക്കോട്ടെ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളായിക്കോട്ടെ, സ്വകാര്യ സ്ഥാപനങ്ങളായിക്കോട്ടെ. നിലവിലുള്ള വേതന പരിധി നീക്കം ചെയ്യണം. നിലവിലുള്ള പദ്ധതികളുടെ പ്രവർത്തനപരമായ സംയോജനം ഉറപ്പാക്കുകയും വേണം. ഓക്കെ, അപ്പോൾ ദേശീയ തൊഴിൽ കമ്മീഷൻ 2002 കുറെ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ രൂപീകരിച്ചതാണ് 2020 സാമൂഹിക സുരക്ഷാ കോഡ്. ഓക്കെ, സാമൂഹിക സുരക്ഷാ കോഡ് 2020 സംഘടിതമോ അസംഘടിതമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മേഖലയിലെയോ എല്ലാ തൊഴിലാളികൾക്കും ജീവനക്കാർക്കും സാമൂഹ്യ സുരക്ഷ വർദ്ധിപ്പിക്കുന്ന ലക്ഷ്യത്തോടെ സാമൂഹ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ഭേദഗതി ചെയ്യുന്നതിനും ഏകീകരിക്കുന്നതിനുമായി നിലവിൽ വന്ന കോഡാണ് സാമൂഹിക സുരക്ഷാ കോഡ്. പ്രസിഡന്റിന്റെ അംഗീകാരം ലഭിച്ചത് 2020 സെപ്റ്റംബർ 28 വാർദ്ധക്യം, അപകടങ്ങൾ, പ്രസവം തുടങ്ങിയ സാഹചര്യങ്ങളിൽ ആരോഗ്യ പരിരക്ഷയും വരുമാനവും ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. നിലവിലുണ്ടായിരുന്ന സാമൂഹിക സുരക്ഷയുമായി ബന്ധപ്പെട്ട 9 കേന്ദ്ര നിയമങ്ങൾ സംയോജിപ്പിച്ചുകൊണ്ടാണ് 2020 സാമൂഹിക സുരക്ഷാ കോഡ് രൂപീകരിച്ചിരിക്കുന്നത്. എന്തൊക്കെയാ? ജീവനക്കാരുടെ നഷ്ടപരിഹാര നിയമം 1923, എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് നിയമം 1948, എംപ്ലോയീസ് പ്രോവിഡന്റ് ഫണ്ടുകളും വിവിധ വ്യവസ്ഥകളും നിയമം 1952, എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് നിയമം 1959, പ്രസവാനുകൂല്യ നിയമം 1961, ഗ്രാറ്റുവിറ്റി പേയ്മെന്റ് നിയമം 1972, സിനിമാ തൊഴിലാളി ക്ഷേമനിധി നിയമം 1981, ബിൽഡിംഗ് ആൻഡ് അതർ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് വെൽഫെയർ സെസ് 1996, അസംഘടിത തൊഴിലാളികളുടെ സാമൂഹിക സുരക്ഷാ നിയമം 2008. ഓക്കെ അല്ലേ? ഇനി അടുത്ത് പറയുന്നു കേരള തൊഴിൽ വകുപ്പ്. കേരള തൊഴിൽ വകുപ്പ്, തൊഴിലെന്ന് പറയുന്നത് കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടതാണല്ലേ. അപ്പൊ സ്വാഭാവികമായിട്ടും അത് ഇന്ത്യൻ പാർലമെന്റും നിയമനിർമ്മാണം നടത്തും, സംസ്ഥാന സർക്കാരും നിയമനിർമ്മാണം നടത്തും. ശരിയാണേ? യെസ്, അതേക്കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കുക. കേരള തൊഴിൽ വകുപ്പ്, തൊഴിൽ വകുപ്പിന്റെ ചരിത്രം തൊട്ട് നമ്മൾ പഠിക്കും. ഈ തൊഴിൽ വകുപ്പിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട റീസെന്റ് ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, മറക്കരുത് കേട്ടോ. അപ്പോൾ കേരള തൊഴിൽ വകുപ്പ്, തൊഴിൽ കേരളത്തിൽ നിലവിലുള്ള തൊഴിൽ നിയമങ്ങൾ കൃത്യമായി നടപ്പിലാക്കുന്നതിനോടൊപ്പം തൊഴിലാളികളുടെ സാമൂഹിക സുരക്ഷ ഉറപ്പാക്കുന്നതിനും മെച്ചപ്പെട്ട പദ്ധതികളും പരിപാടികളും ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നത് കേരള സംസ്ഥാന തൊഴിൽ വകുപ്പാണ്. ഓക്കെ, അപ്പൊ നിലവിലുള്ള തൊഴിൽ നിയമങ്ങൾ കൃത്യമായി നടപ്പിലാക്കുക, തൊഴിലാളികളുടെ സാമൂഹിക സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ട് മെച്ചപ്പെട്ട പദ്ധതികൾ അഥവാ സ്കീംസ് തൊഴിലാളികൾക്ക് വേണ്ടി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുക എന്നിവ ആരുടെ കടമയാണ്? കേരള തൊഴിൽ വകുപ്പിന്റെ കടമയാണ്. കേരള സംസ്ഥാന തൊഴിൽ വകുപ്പ് ഒരു സ്വതന്ത്ര വകുപ്പായി തിരുവിതാംകൂറിൽ ആരംഭിച്ചത് കൃത്യമായി പറഞ്ഞാൽ 1946 ജനുവരി 26 കേരള സംസ്ഥാനത്തെ തൊഴിൽ വകുപ്പ് ഒരു സ്വതന്ത്ര വകുപ്പായി തിരുവിതാംകൂറിൽ ആരംഭിച്ചത് 1946 ജനുവരി 26. അതിന് കാരണക്കാരൻ സർ CP രാമസ്വാമി അയ്യർ ആയിരുന്നു. ആ സമയത്ത് ഭരണാധികാരി ശ്രീ ചിത്തിര തിരുനാൾ ആണെങ്കിലും തുടക്കം കുറിച്ചത് ദിവാനായ CP രാമസ്വാമി അയ്യർ ആയിരുന്നു. 1946 ജനുവരി 26. 46 റിപ്പബ്ലിക് ഡേയുടെ ജനുവരി 26 ഓർമ്മിക്കുക. 46 ജനുവരി 26 ആരാണ്? CP രാമസ്വാമി അയ്യർ.
സ്വച്ഛവും സമാധാനപരവുമായ തൊഴിലന്തരീക്ഷം സൃഷ്ടിക്കുക. സ്വച്ഛവും സമാധാനപരവുമായ തൊഴിലന്തരീക്ഷം കേരളത്തിൽ സൃഷ്ടിക്കുക എന്നതാണ് കേരള തൊഴിൽ വകുപ്പിന്റെ പ്രധാന ലക്ഷ്യം. കേരളത്തിൽ തൊഴിൽ വകുപ്പിന്റെ മേധാവി എന്ന് പറയുന്നത് എപ്പോഴും ലേബർ കമ്മീഷണർ ആയിരിക്കും. ലേബർ കമ്മീഷണർ, ജില്ലാ ലേബർ കമ്മീഷണർ ഉണ്ട്, സംസ്ഥാന ലേബർ കമ്മീഷണർ ഉണ്ട്. കേരള തൊഴിൽ വകുപ്പ് എന്ന് പറയുന്നത് സംസ്ഥാന ലേബർ കമ്മീഷണർ ആണ്. കേരള സർക്കാർ തൊഴിലില്ലായ്മ വേതന പരിപാടി ആരംഭിച്ചത് 1982. ആ സമയത്ത് മുഖ്യമന്ത്രി ആരായിരുന്നു? AK ആന്റണി ആയിരുന്നു. 18 മുതൽ 35 വയസ്സ് വരെ 18 മുതൽ 35 വയസ്സ് വരെ മാസം 120 രൂപ എന്ന കണക്കിലാണ് തൊഴിലില്ലായ്മ വേതനം അനുവദിക്കുക. അപ്പൊ കേരള സർക്കാർ തൊഴിലില്ലായ്മ വേതന പരിപാടി ആരംഭിച്ചത് 1982 AK ആന്റണിയാണ് തൊഴിലില്ലായ്മ വേതന പരിപാടിക്ക് തുടക്കം കുറിച്ചത്. AK ആന്റണിയാണ് തൊഴിലില്ലായ്മ വേതന പരിപാടിക്ക് തുടക്കം കുറിച്ചത്. 18 മുതൽ 35 വയസ്സ് വരെയുള്ളവർക്കാണ് തൊഴിലില്ലായ്മ വേതനം കിട്ടുക, മാസം 120. നിലവില് തൊഴിലില്ലായ്മ വേതനം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ മറ്റൊരു ഉത്തരം പറയേണ്ടി വരും. തൊഴിൽ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അപേക്ഷ സമർപ്പിക്കേണ്ടത് എവിടെയാണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ. അതായത് പഞ്ചായത്ത് പരിധിയിലുള്ള ഒരു പഞ്ചായത്തിൽ, നഗരസഭ പരിധിയിലുള്ളവര് ഒന്നെങ്കിൽ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ. ജോലിയില്ല എന്ന് പറഞ്ഞ് നമ്മൾ അപേക്ഷ കൊടുക്കുമ്പോൾ പഞ്ചായത്ത് തലത്തിലാണെങ്കിൽ പഞ്ചായത്തുകൾ എന്ത് ചെയ്യും? ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം നമ്മൾ അപേക്ഷ കൊടുത്ത് 15 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യും? നമുക്ക് തൊഴിൽ നൽകും. തൊഴിൽ നൽകിയില്ലെങ്കിൽ മാത്രമേ തൊഴിലില്ലായ്മ വേതനം അനുവദിക്കത്തുള്ളൂ. ക്ലിയർ? നഗരപ്രദേശങ്ങളിലാണെങ്കിൽ, ഇപ്പൊ നിലവിൽ കേരളത്തിലാണെങ്കിൽ എന്തുണ്ട്? നഗര തൊഴിലുറപ്പ് പദ്ധതി, അയ്യൻകാളി നഗര തൊഴിലുറപ്പ് പദ്ധതി ഉണ്ട്. അതിൽ തൊഴിൽ അനുവദിക്കും. അതിൽ തൊഴിൽ അനുവദിക്കാൻ സാധിച്ചില്ലെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യുക? തൊഴിലില്ലായ്മ വേതനം നൽകുക. കേട്ടോ, മറക്കല്ലേ? യെസ്. അപ്പോ കേരള സംസ്ഥാന തൊഴിൽ വകുപ്പ് നിലവിലുള്ള തൊഴിൽ നിയമങ്ങൾ കൃത്യമായി നടപ്പിലാക്കുന്നതിനോടൊപ്പം തൊഴിലാളികളുടെ സാമൂഹിക സുരക്ഷ ഉറപ്പാക്കുന്നതിനും മെച്ചപ്പെട്ട പദ്ധതികളും പരിപാടികളും ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നതിനും വേണ്ടി രൂപീകരിക്കപ്പെട്ടതാണ് കേരള തൊഴിൽ വകുപ്പ്. കേരള തൊഴിൽ വകുപ്പ് ഒരു സ്വതന്ത്ര വകുപ്പായി തിരുവിതാംകൂറിൽ ആരംഭിച്ചത് 1946 ജനുവരി 26 ആരുടെ നേതൃത്വത്തിൽ? സർ CP രാമസ്വാമി അയ്യരുടെ നേതൃത്വത്തിൽ. ലക്ഷ്യം എന്താണ്? സ്വച്ഛവും സമാധാനപരവുമായ തൊഴിലന്തരീക്ഷം സൃഷ്ടിക്കുക. കേരളത്തിൽ തൊഴിൽ വകുപ്പിന്റെ മേധാവി എന്ന് പറയുന്ന ലേബർ കമ്മീഷണറാണ്. കേരള സർക്കാർ തൊഴിലില്ലായ്മ വേതന പരിപാടി ആരംഭിച്ചത് 1982 AK ആന്റണിയുടെ നേതൃത്വത്തിൽ. ആർക്കാണ് തൊഴിലില്ലായ്മ വേതനം ലഭിക്കുക? 18 മുതൽ 35 വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് പ്രതിമാസം 120 രൂപ എന്ന കണക്ക്. ഓക്കെ, ഇനി അടുത്ത് പറയുന്നു കേരളത്തിലെ പ്രതിദിന ശരാശരി വേതനം. നിലവിലെ ശരാശരി വേതനമാണ്. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ് എന്നത് യാഥാർത്ഥ്യമാണ്. എങ്കിൽ കൂടി നിലവിൽ കേരളത്തിൽ വാങ്ങുന്ന ശമ്പളവും ഇത് നമ്മൾ താരതമ്യം ചെയ്യരുത്. കണക്ക് പ്രകാരമാണ് നമ്മൾ പറയുക, അല്ലെ? ഫോർ എക്സാമ്പിൾ നോക്കിയേ, ഗ്രാമീണ തൊഴിലാളികളിൽ ദേശീയ പ്രതിദിന ശരാശരി വേതനത്തിൽ 1-ാം സ്ഥാനം കേരളത്തിനാണ്. ഗ്രാമീണ തൊഴിലാളികളുടെ വേതനത്തിൽ 1-ാം സ്ഥാനം കേരളത്തിനാണ്. ദേശീയ ശരാശരിയേക്കാൾ ഇരട്ടിയാണ് കേരളത്തിലെ ശമ്പളം. ദേശീയ ശരാശരിയേക്കാൾ ഇരട്ടിയാണ് കേരളത്തിലെ ശമ്പളം. ഓക്കെ, കാർഷിക ഇതര തൊഴിലാളികൾക്ക് പ്രതിദിനം 677 രൂപ 60 പൈസയാണ് ലഭിക്കുക. ദേശീയ ശരാശരിയോ കേവലം 315 രൂപ 30 പൈസ. ഓക്കെ, അപ്പോ ഗ്രാമീണ തൊഴിലാളികളുടെ വേതനത്തിൽ ഇന്ത്യയിൽ 1-ാം സ്ഥാനം കേരളത്തിലാണ്. ദേശീയ ശരാശരിയേക്കാൾ ഇരട്ടിയുമാണ്. കാർഷിക ഇതര തൊഴിലാളികൾക്ക് പ്രതിദിന വേതനം 677 രൂപ 60 പൈസ എന്നതാണ് കണക്ക്. പക്ഷേ കാർഷിക ഇതര തൊഴിൽ ചെയ്യുന്ന ആരെങ്കിലും ഈ ശമ്പളത്തിന് ജോലി ചെയ്യാൻ തയ്യാറാണോ? നിലവിലെ സാഹചര്യത്തിൽ കെട്ടിട നിർമ്മാണ തൊഴിലാളികളെ ആയിക്കോട്ടെ, കൂലിപ്പണിക്കാരായിക്കോട്ടെ, ചെയ്യോ? ഇല്ല. 1200 തൊട്ട് 1500 വരെയാണ് ഒരു ദിവസത്തെ ശമ്പളം. കണക്കിൽ ഇത്രയേ ഉള്ളൂ. അപ്പൊ ഒന്ന് ചിന്തിച്ചേ, ദേശീയ ശരാശരി എത്രയാ? വെറും 315 രൂപ. മറ്റ് സംസ്ഥാനങ്ങളിൽ ഇപ്പൊ കർണാടക തൊട്ട് അങ്ങോട്ട് പല സംസ്ഥാനങ്ങളിലും വേതനം വെറും 300-325 രൂപയാണ്.
അതേസമയത്ത് കേരളത്തിൽ വന്നാലോ ഏകദേശം ഏറ്റവും കുറഞ്ഞത് 4 ഇരട്ടിയെങ്കിലും ശമ്പളം കിട്ടും. അതുകൊണ്ടാണ് വടക്കേ ഇന്ത്യയിലെ ജനങ്ങൾ കേരളത്തിലേക്ക് വരിക. തൊഴിലുമായി ബന്ധപ്പെട്ട് കേരളത്തിലേക്ക് വരിക. വടക്കേ ഇന്ത്യയിലെ ജനങ്ങള് തൊഴിലിന് വേണ്ടി കേരളത്തിൽ വരാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് കേരളത്തിലെ ഈ തൊഴിൽ വേതന വർധനവ് തന്നെയാണ്. കാർഷിക തൊഴിലാളിക്ക് കേരളത്തിൽ ലഭിക്കുന്നത് 706 രൂപ 50 പൈസയാണ് കണക്ക് പ്രകാരം. എന്നാൽ ദേശീയ ശരാശരി വെറും 309 രൂപ 90 പൈസ മാത്രം. നിർമ്മാണ തൊഴിലാളികൾക്ക് ലഭിക്കുന്നത് 829 രൂപ 70 പൈസ ആണ് കേരളത്തിൽ. ദേശീയ ശരാശരി ആകട്ടെ കേവലം 362 രൂപ 20 പൈസ. ദേശീയ ശരാശരിയുടെ ഇരട്ടിയിലധികമാണ് കേരളത്തിലെ വേതനം എന്ന് നമുക്ക് നിസ്സംശയം പറയാം. ഇത് PSC ചോദിക്കാറുണ്ട്, മറക്കരുത്. അപ്പോൾ ഗ്രാമീണ തൊഴിലാളികളിൽ ഒന്നാം സ്ഥാനം കേരളത്തിനാണ്. പ്രതിദിന ശരാശരി വേതനത്തിൽ ഒന്നാം സ്ഥാനം കേരളത്തിലാണ്. ദേശീയ ശരാശരിയേക്കാൾ ഇരട്ടിയാണ് കേരളത്തിലെ ശരാശരി വേതനം എന്ന് പറയുന്നത്, പ്രതിദിന വേതനം എന്ന് പറയുന്നത്. കാർഷികേതര തൊഴിലാളികൾക്ക് 670 രൂപ 60 പൈസയാണ് കേരളത്തിലെ വേതനം. ദേശീയ ശരാശരി ആകട്ടെ 315 രൂപ 30 പൈസയും. കാർഷിക തൊഴിലാളികൾക്ക് കേരളത്തിലെ വേതനം 706 രൂപ 50 പൈസയും ദേശീയ ശരാശരിയോ 309 രൂപ 90 പൈസയും. നിർമ്മാണ തൊഴിലാളികൾക്ക് കേരളത്തിലെ വേതനം 829 രൂപ 70 പൈസയും ദേശീയ ശരാശരി ആകട്ടെ 362 രൂപ 20 പൈസയും. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ തൊഴിലെടുക്കുന്നത് എറണാകുളം ജില്ലയിലും ഏറ്റവും കുറവ് ആളുകൾ ജോലി ചെയ്യുന്നത് വയനാട് ജില്ലയിലുമാണ്. ഇത് എല്ലാ തൊഴിലും കൂടെ ചേർത്തിട്ടാണ് പറയുന്നത്. എല്ലാ തൊഴിലും കൂടെ ചേർത്തിട്ടാണ്. കൃഷി മാത്രമാണെങ്കിൽ ഏറ്റവും കൂടുതൽ കാർഷിക തൊഴിലാളികൾ ഉള്ളത് പാലക്കാട് ജില്ലയാണ്. നമ്മൾ കൃഷി അഗ്രികൾച്ചർ സെക്ടർ പഠിക്കുമ്പോൾ അത് പ്രത്യേകിച്ച് പഠിക്കും. ഇവിടെ പൊതുവായി നമ്മൾ പറയുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ തൊഴിൽ ചെയ്യുന്നത് എറണാകുളം ജില്ലയിലും ഏറ്റവും കുറവ് വയനാടുമാണ്. എന്തുകൊണ്ട് എറണാകുളം ആയേ? ജനസംഖ്യ കൂടിയ ജില്ല മലപ്പുറം അല്ലേ? പിന്നെ എന്തുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്നത് എറണാകുളം എന്ന് പറയുന്നത്? അതിന് സിമ്പിൾ ഉത്തരമാണ്. കേരളത്തിലെ ആകെ വ്യവസായത്തിന്റെ 25% നിലനിൽക്കുന്നത് എവിടെയാ? എറണാകുളം ജില്ലയിലാണ്. അപ്പൊ ഫാക്ടറി തൊഴിലാളികളുടെ എണ്ണമൊക്കെ വളരെ കൂടുതൽ എവിടെയാ? എറണാകുളത്ത് തന്നെ. മറ്റ് ജില്ലകളിൽ നിന്ന് എറണാകുളത്ത് വന്ന് ജോലി ചെയ്യുന്നവര് ഒരുപാട് പേരുണ്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാർ തൊഴിലെടുക്കുന്നത് ഏത് ജില്ലയിൽ? എറണാകുളം ജില്ലയില. ഏറ്റവും കുറവ് എവിടെയാ? വയനാട്. അതെന്താ വയനാട് കുറവായി പോയത്? അവിടെ വ്യവസായമൊന്നും അധികം ഇല്ല. ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള ജില്ലയാണ് വയനാട്. അതുകൊണ്ട് തന്നെ കൂടുതൽ വ്യാവസായിക നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയില്ല. എന്നതുകൊണ്ട് തന്നെ അവിടെ ഫാക്ടറി തൊഴിലാളികളുടെ എണ്ണം വളരെ കുറവാണ്. പിന്നെ കാടുമായി ബന്ധപ്പെട്ട് ഉപജീവനം നടത്തുന്നവരാണ് വളരെ കൂടുതൽ. ഓക്കെ, യെസ്. അടുത്ത് പറയുന്നു, സ്ത്രീ തൊഴിലാളികൾക്ക് തൊഴിലിടങ്ങളിലെ പരാതി അറിയിക്കുവാനും പരിഹരിക്കുവാനും ആരംഭിച്ച പദ്ധതിയാണ് സഹജ പദ്ധതി. സഹജ പദ്ധതി ഇമ്പോർട്ടന്റ് ആണ്. സ്ത്രീ തൊഴിലാളികൾക്ക് തൊഴിലിടങ്ങളിലെ എന്തെങ്കിലും പരാതികൾ, അതിപ്പോൾ വേതന സംബന്ധമായിക്കോട്ടെ അല്ലെങ്കിൽ ചൂഷണവുമായി ബന്ധപ്പെട്ട് എന്തോ ആയിക്കോട്ടെ, പരാതി അറിയിക്കുവാനും പരിഹരിക്കുവാനും ആരംഭിച്ച പദ്ധതിയാണ് സഹജ എന്ന പേരിൽ അറിയപ്പെടുക. സഹജ ടോൾ ഫ്രീ നമ്പർ എന്ന് പറയുന്നത് എന്താണ്? 180042555215. 18004255 എന്ന് പറയുന്നത് കോമൺ ആണ്. സർക്കാർ സേവനങ്ങളിൽ കോമൺ നമ്പറാണ് 18004255. ബാക്കി പഠിച്ചു വെച്ചാൽ മതി. 55215 55215 55215. ഓക്കെ, അപ്പോൾ സഹജ ടോൾ ഫ്രീ നമ്പർ 55215. എന്താണ് സഹജ? സ്ത്രീ തൊഴിലാളികൾക്ക് തൊഴിലിടങ്ങളിലെ പരാതി അറിയിക്കുവാനും പരിഹരിക്കുവാനുമായി ആരംഭിച്ച പദ്ധതിയാണ് സഹജ. സഹജ പദ്ധതിയുടെ ടോൾ ഫ്രീ നമ്പർ 18004255 18004255 ഓക്കെ അല്ലെ? എല്ലാ ജില്ലയിലെയും ചുമട്ടുകൂലി നിരക്കുകൾ, അവയുടെ സംശയ ദൂരീകരണം, പരാതി സമർപ്പിക്കുവാനുള്ള സൗകര്യം എന്നിവ ലഭിക്കുന്നതിനായി ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് തൊഴിൽ സേവ. കാരണം ചുമട്ടുകൂലി നിരക്കും ചുമട്ടിറക്ക് ഒക്കെ ഒരുപാട് പരാതി വരുന്ന ഒരു സമ്പ്രദായമാണ്. നോക്കുകൂലി എന്ന പേരിൽ ഒരുപാട് ചൂഷണം ചെയ്യപ്പെടുന്ന മേഖലയാണ്. അപ്പൊ ആരും ചൂഷണം ചെയ്യപ്പെടാൻ പാടില്ല. അത് തൊഴിലാളികളാണെങ്കിലും ശരി, തൊഴിൽ ദാതാവാണെങ്കിലും ശരി, ഉപഭോക്താക്കളായ സാധാരണ ജനങ്ങളാണെങ്കിലും ശരി, ചൂഷണം ചെയ്യപ്പെടാൻ പാടില്ല. അതുകൊണ്ട് അവ ഏകീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ആരംഭിച്ചു. അതാണ് എന്ത് പേരിൽ അറിയപ്പെടുക? തൊഴിൽ സേവ എന്ന പേരിൽ അറിയപ്പെടുക. അപ്പൊ എല്ലാ ജില്ലയിലെയും ചുമട്ടുകൂലി നിരക്കുകൾ, സംശയ ദൂരീകരണം, പരാതി സമർപ്പിക്കാനുള്ള സൗകര്യം എന്നിവ ലഭിക്കുന്നതിനായി ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് തൊഴിൽ സേവ എന്ന പേരിൽ അറിയപ്പെടുക.
അസംഘടിത മേഖലയിൽ തൊഴിൽ ചെയ്യുന്നവർക്ക് സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ എത്തിക്കാൻ നൽകുന്ന ഏകീകൃത തിരിച്ചറിയൽ കാർഡാണ് എന്ന പേരിൽ അറിയപ്പെടുക ഇ ശ്രം കാർഡ് എന്ന പേരിൽ അറിയപ്പെടുക. ഈ ശ്രം കാർഡ് ലഭിക്കുന്നതിന് അപേക്ഷ സമർപ്പിക്കേണ്ടത് 16നും 59 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരാണ്. 16 മുതൽ 59 വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് ഈ ശ്രം കാർഡിന് അപേക്ഷിക്കാം. ആദായ നികുതി അടയ്ക്കുന്നവര്, എംപ്ലോയ്മെന്റ് പ്രോവിഡന്റ് ഫണ്ട് അടയ്ക്കുന്നവര്, അതായത് EPFOയിൽ അംഗമായവര്, ESIയിൽ അംഗമായവർ എന്നിവർ എന്ത് ചെയ്യാൻ പാടില്ല? ഈ ശ്രം കാർഡിന് അപേക്ഷിക്കാൻ പാടില്ല. ഈ ശ്രം കാർഡ് എന്ന് പറയുമ്പോൾ ജോലി ഇല്ലാത്തവർക്കല്ലേ? ESI ഉള്ളവർ ജോലി ഉള്ളവരല്ലേ? EPFO എംപ്ലോയ്മെന്റ് പ്രോവിഡന്റ് ഫണ്ട് ഉള്ളവര്, EPFO അല്ലെ, പ്രോവിഡന്റ് ഫണ്ട് ഉള്ളവര് ജോലിയുള്ളവരല്ലേ? ആദായ നികുതി അടയ്ക്കുന്നവർ, അവർക്ക് കൃത്യമായിട്ട് ആദായം കിട്ടുന്നുണ്ടെന്നല്ലേ? അവരൊന്നും എന്ത് ചെയ്യാൻ പാടില്ല? ഈ ശ്രം കാർഡിന് അപേക്ഷിക്കാൻ പാടില്ല എന്നർത്ഥം. മനസ്സിലായോ? യെസ്. അപ്പോ അസംഘടിത മേഖലയിൽ തൊഴിൽ ചെയ്യുന്നവർക്ക് സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് നൽകുന്ന ഏകീകൃത തിരിച്ചറിയൽ കാർഡാണ് ഈ ശ്രം കാർഡ് എന്ന പേരിൽ അറിയപ്പെടുക. 16 മുതൽ 59 വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് ഈ ശ്രം കാർഡിനായി അപേക്ഷ നൽകാം. ആദായ നികുതി അടയ്ക്കുന്നവരോ, EPFOയിൽ അംഗമായവരോ, ESIയിൽ അംഗമായവരോ എന്ത് ചെയ്യാൻ പാടില്ല? പേര് രജിസ്റ്റർ ചെയ്യാൻ പാടില്ല. ഈ കാര്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് ഈ ശ്രം കാർഡിനെ രജിസ്റ്റർ ചെയ്താൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? തീർച്ചയായിട്ടും അത് ക്രിമിനൽ ഒഫൻസായി കണക്കാക്കുകയും നിയമ നടപടി സ്വീകരിക്കുകയും ചെയ്യും. അതുകൊണ്ട് അബദ്ധത്തിൽ പോലും അങ്ങനെയൊന്നും പോയി വീണു പോകരുത്. കേട്ടോ, മറക്കരുത്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണേ. അപ്പോ ഈ ശ്രം കാർഡിന് അപേക്ഷിക്കാൻ അർഹരായവര് ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരൊക്കെയാണ് അർഹരായവര്? യെസ്, അസംഘടിത മേഖലയിൽ തൊഴിൽ ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും എന്ത് ചെയ്യാം? ഈ ശ്രം കാർഡിന് അപേക്ഷ കൊടുക്കാം. 16 മുതൽ 59 വയസ്സിനിടയിലുള്ളവരായിരിക്കണം. എന്നാൽ എന്ത് ചെയ്യാൻ പാടില്ല? ആദായ നികുതി അടയ്ക്കുന്നവരാകാൻ പാടില്ല. എംപ്ലോയ്മെന്റ് പ്രോവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷനിൽ അംഗമായവര് ആകാൻ പാടില്ല. ഓക്കെ. അതുപോലെ തന്നെ ESI ബെനിഫിറ്റ്, എംപ്ലോയീസ് ഇൻഷുറൻസ് ESI അംഗമായവര് എന്ത് ചെയ്യാൻ പാടില്ല? ഈ ശ്രം കാർഡിന് അപേക്ഷ സമർപ്പിക്കുവാൻ പാടുള്ളതല്ല. മറക്കില്ല എന്ന് കരുതിക്കോട്ടെ. യെസ്, അടുത്ത നമുക്ക് പഠിക്കാം. അപ്പൊ ഈ സ്ലൈഡിൽ പറയുന്ന കാര്യങ്ങള്, ഈ രണ്ട് സ്ലൈഡ് ഒരുമിച്ച് ഒന്ന് റിവിഷൻ ചെയ്തിട്ട് ബാക്കി നമുക്ക് പഠിക്കാം. അപ്പൊ കേരളത്തിലെ പ്രതിദിന ശരാശരി വേതനം, ഗ്രാമീണ തൊഴിലാളികൾ 1-ാം സ്ഥാനം കേരളത്തിലാണ്. ദേശീയ ശരാശരിയേക്കാൾ ഇരട്ടിയാണ് ഗ്രാമീണ തൊഴിലാളികൾക്ക് കേരളത്തിലെ പ്രതിദിന ശരാശരി വേതനം. കാർഷിക ഇതര തൊഴിലാളികൾക്ക് 672 രൂപ 60 പൈസയാണ് കേരളത്തിലെ വേതനം. എന്നാൽ ദേശീയ ശരാശരിയോ 315 രൂപ 30 പൈസ. കാർഷിക തൊഴിലാളികളുടെ കേരളത്തിലെ വേതനം 706 രൂപ 50 പൈസയാണെങ്കിൽ ദേശീയ ശരാശരി 309 രൂപ 90 പൈസ മാത്രം. നിർമ്മാണ തൊഴിലാളികൾക്ക് കേരളത്തിൽ ലഭിക്കുന്ന പ്രതിദിന ശരാശരി വേതനം 829 രൂപ 70 പൈസയാണെങ്കിൽ ദേശീയ ശരാശരി എത്രയാ? 362 രൂപ 20 പൈസ മാത്രം. ഏറ്റവും കൂടുതൽ ആൾക്കാർ അല്ലെങ്കിൽ തൊഴിലാളികൾ കാണപ്പെടുന്ന എറണാകുളം ജില്ലയിലും കുറവ് വയനാട് ജില്ലയിലും. സ്ത്രീ തൊഴിലാളികൾക്ക് തൊഴിലിടങ്ങളിലെ പരാതി അറിയിക്കുവാനും പരിഹരിക്കുവാനുമായി ആരംഭിച്ച പദ്ധതിയാണ് സഹജ ടോൾ ഫ്രീ നമ്പർ എന്ന് പറയുന്നത് 1800-425-55215 1800-425-55215. എല്ലാ ജില്ലയിലെയും ചുമട്ടുകൂലി നിരക്കുകൾ, സംശയ ദൂരീകരണം, പരാതി സമർപ്പിക്കാനുള്ള സൗകര്യം എന്നിവ ലഭിക്കുന്നതിനായി തൊഴിൽ വകുപ്പ് ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് തൊഴിൽ സേവ എന്നറിയപ്പെടുക. അസംഘടിത മേഖലയിൽ തൊഴിൽ ചെയ്യുന്നവർക്ക് സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ എത്തിക്കാനായി നൽകുന്ന ഏകീകൃത തിരിച്ചറിയൽ കാർഡാണ് ഈ ശ്രം കാർഡ് എന്ന പേരിൽ അറിയപ്പെടുക. ആദായ നികുതി അടയ്ക്കുന്നവര്, EPFO, ESI എന്നിവയിൽ അംഗമായവര് എന്ത് ചെയ്യാൻ പാടില്ല? ഈ ശ്രം കാർഡിനായി അപേക്ഷിക്കാൻ പാടുള്ളതല്ല. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലെ ഉദ്യോഗാർത്ഥികളെ തൊഴിലിന് പ്രാപ്തരാക്കുന്ന സമഗ്ര പരിശീലന പദ്ധതിയാണ് എന്ത് പേരിൽ അറിയപ്പെടുക? സമന്വയ എന്ന പേരിൽ അറിയപ്പെടുക. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലെ ഉദ്യോഗാർത്ഥികളെ തൊഴിലിന് പ്രാപ്തരാക്കുന്ന സമഗ്ര പരിശീലന പരിപാടിയാണ് സമന്വയ എന്ന പേരിൽ അറിയപ്പെടുക. കേരളത്തിലെ ബിരുദ വിദ്യാർത്ഥികൾക്ക് ബിരുദാനന്തര ബിരുദ കോഴ്സുകളിൽ പ്രവേശനം നേടിക്കൊടുക്കുന്നുള്ള സമഗ്ര പരിശീലന പദ്ധതിയാണ് ധനുസ് എന്ന പേരിൽ അറിയപ്പെടുക. കാരണം ബിരുദം നേടുന്നവരില് ഭൂരിപക്ഷം പേരും ബിരുദാനന്തര ബിരുദത്തിനായി പോകുന്നില്ല. അത് ഒഴിവാക്കുന്നതിന് വേണ്ടി കേരളത്തിലെ ബിരുദ വിദ്യാർത്ഥികൾക്ക് ബിരുദാനന്തര ബിരുദ കോഴ്സുകൾക്ക് പ്രവേശനം നേടിക്കൊടുക്കുന്നതിനുള്ള സമഗ്ര പരിശീലന പദ്ധതിയാണ് എന്ന പേരിൽ അറിയപ്പെടുക ധനുസ് എന്ന പേരിൽ അറിയപ്പെടുക.
കേരളത്തിൽ നോക്കുകൂലി നിരോധനം നിലവിൽ വന്നത് 2018 മെയ് 1 കേരളത്തിലെ ആദ്യത്തെ നോക്കുകൂലി രഹിത നഗരമെന്ന് പറയുന്നത് തിരുവനന്തപുരവും. ഓക്കെ, അപ്പൊ കേരളത്തിലെ നോക്കുകൂലി നിരോധനം നിലവിൽ വന്നത് 2018 മെയ് 1 കേരളത്തിലെ ആദ്യത്തെ നോക്കുകൂലി രഹിത നഗരം എന്നറിയപ്പെടുന്നത് തിരുവനന്തപുരം ജില്ലയും മറക്കരുത് കേട്ടോ. അപ്പോൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലെ ഉദ്യോഗാർത്ഥികളെ തൊഴിലിന് പ്രാപ്തരാക്കുന്ന സമഗ്ര പരിശീലന പരിപാടി സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം സമന്വയ എന്ന പേരിൽ അറിയപ്പെടുന്നു. കേരളത്തിലെ ബിരുദ വിദ്യാർത്ഥികൾക്ക് ആ ബിരുദ കാലയളവിൽ പഠന കാലയളവിൽ തന്നെ ബിരുദാനന്തര ബിരുദ കോഴ്സുകൾക്ക് പ്രവേശനം നേടിക്കൊടുക്കുന്നുള്ള സമഗ്ര പരിശീലന പദ്ധതിയാണ് ധനുസ് എന്ന പേരിൽ അറിയപ്പെടുക. കേരളത്തിലെ നോക്കുകൂലി നിരോധനം നിലവിൽ വന്നത് 2018 മെയ് 1 തൊട്ട്. ഓപ്ഷനിൽ ചിലപ്പോൾ ജനുവരി 1 തരാം, ഏപ്രിൽ 1 തരാം, ചിലപ്പോൾ ഓഗസ്റ്റ് 1 തരാം. അതുകൊണ്ട് മെയ് 1 ആണെന്ന് ഓർമ്മിക്കുക. ചിലപ്പോൾ ജനുവരി 1 ഏപ്രിൽ 1 കാണുമ്പോൾ നമ്മൾ സാമ്പത്തിക വർഷം ആരായതുകൊണ്ട് ഏപ്രിൽ 1 ചിലപ്പോൾ എഴുതും. കലണ്ടർ ആരംഭിച്ചത് ജനുവരി 1 എന്ന് പറഞ്ഞ് എഴുതും. അതുകൊണ്ട് മെയ് 1 ആണെന്ന് ഓർമ്മിച്ച് വെക്കുക. മെയ് 1 തൊഴിലാളി ദിനമല്ലേ, അത് വെച്ച് ലിങ്ക് ചെയ്താൽ മതി. സാർവദേശീയ തൊഴിലാളി ദിനമാണ് മെയ് 1. 2018 സാർവദേശീയമായി തൊഴിലാളി ദിനമായ മെയ് 1 കേരളത്തിൽ നോക്കുകൂലി നിരോധനം നിലവിൽ വന്നത്. കേരളത്തിൽ ആദ്യത്തെ നോക്കുകൂലി രഹിത നഗരം എന്ന് പറയുന്ന ഏതാണ്? തിരുവനന്തപുരവുമാണ്. ഇനി തൊഴിലാളികളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് കേരള സംസ്ഥാന തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. കേരള സംസ്ഥാന ക്ഷേമനിധി ബോർഡ് നിലവിൽ വന്നത് 1977 മെയ് 1. കേരളത്തിൽ ആദ്യമായി ഒരു സ്വതന്ത്ര തൊഴിൽ വകുപ്പ് രൂപീകരിച്ച തിരുവിതാംകൂറിലാണ്. 1946 ജനുവരി 26 നമ്മൾ ആൾറെഡി പറഞ്ഞു. ഇവിടെ പറയുന്നു കേരള സംസ്ഥാന തൊഴിലാളി ക്ഷേമനിധി ബോർഡ് നിലവിൽ വന്നത് 1977 മെയ് 1. അതിന് കാരണമായ അടിസ്ഥാന നിയമം 1975 കേരള തൊഴിലാളി ക്ഷേമനിധി നിയമം. അപ്പൊ കേരള തൊഴിലാളി ക്ഷേമനിധി നിയമം നിലവിൽ വന്നത് 1975 കേരള തൊഴിലാളി ക്ഷേമനിധി നിയമം അനുസരിച്ച് കേരള തൊഴിലാളി ക്ഷേമനിധി ബോർഡ് നിലവിൽ വന്നത് 1977 മെയ് 1. മെയ് 1 തൊഴിലാളി ദിനമാണ്. ലിങ്ക് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ലക്ഷ്യം കേരള സംസ്ഥാനത്തെ തൊഴിലാളികളുടെ ക്ഷേമ താല്പര്യം സംരക്ഷിക്കുക. അത് നമുക്ക് കിട്ടും, കാണാൻ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കേരള സംസ്ഥാനത്തെ തൊഴിലാളികളുടെ ക്ഷേമ താല്പര്യം സംരക്ഷിക്കുക എന്നതാണ് എന്ത് കേരള തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ ലക്ഷ്യം. തൊഴിലുടമകളുടെ 5 പ്രതിനിധികൾ ഇതിൽ അംഗങ്ങളായിരിക്കും. ജീവനക്കാരുടെ 5 പ്രതിനിധികൾ ഇതിൽ അംഗങ്ങളായിരിക്കും. സർക്കാർ നാമനിർദ്ദേശം ചെയ്യുന്ന 5 സർക്കാർ ഉദ്യോഗസ്ഥർ ഇതിൽ അംഗങ്ങളായിരിക്കും. അങ്ങനെ എത്രയായി? 15 അല്ലെ. ഇനി 6 അനൗദ്യോഗിക ഉദ്യോഗസ്ഥർ ഉണ്ടായിരിക്കും. 6 അനൗദ്യോഗിക ഉദ്യോഗസ്ഥർ, അത് ഗവൺമെന്റ് നോമിനേറ്റ് ചെയ്യും. അങ്ങനെ ആകെ എത്ര അംഗങ്ങളുണ്ട്? 21 അംഗങ്ങളായിരിക്കും കേരള തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ വരിക. അതിൽ ഒരാള് ചെയർമാനെ നിയമിക്കപ്പെടും. അത് തൊഴിലുടമകളുടെ 5 പ്രതിനിധികളോ ജീവനക്കാരുടെ അഥവാ തൊഴിലാളികളുടെ 5 പ്രതിനിധികളോ അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥർ അതിൽ വരില്ല. അനൗദ്യോഗിക ഉദ്യോഗസ്ഥർ 6 പേരിൽ ഒരാൾ, ഇങ്ങനെയുള്ള 16 പേരിൽ ഒരാളെ ചെയർമാനെ തിരഞ്ഞെടുക്കും. അങ്ങനെ ചെയർമാൻ ഉൾപ്പെടെ ആകെ എത്ര അംഗങ്ങൾ ഉണ്ടാകും? 21 അംഗങ്ങൾ ഉണ്ടാകും. തൊഴിലുടമകളുടെ 5 പ്രതിനിധികൾ, ജീവനക്കാരുടെ 5 പേര്, മൊത്തം 10, 5 സർക്കാർ ഉദ്യോഗസ്ഥർ 15, 6 അനൗദ്യോഗിക ഉദ്യോഗസ്ഥർ, അങ്ങനെ 21. ഓക്കെ അല്ലേ? അപ്പൊ കേരള തൊഴിലാളി ക്ഷേമനിധി ബോർഡ് നിലവിൽ വന്നത് 1977 മെയ് 1 ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ? 1975 കേരള തൊഴിലാളി ക്ഷേമനിധി നിയമം. അപ്പൊ കേരള തൊഴിലാളി ക്ഷേമനിധി നിയമം പാസ്സാക്കിയതെന്ന 1975. കേരള തൊഴിലാളി ക്ഷേമനിധി നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ എന്നാണ് കേരള തൊഴിലാളി ക്ഷേമനിധി ബോർഡ് രൂപീകരിച്ചത്? 1977 മെയ് 1. 1977 മെയ് 1. ആകെ 21 അംഗങ്ങൾ. ആരൊക്കെ? തൊഴിലുടമകളുടെ 5 പ്രതിനിധികൾ, ജീവനക്കാരുടെ 5 പ്രതിനിധികൾ, 5 സർക്കാർ ഉദ്യോഗസ്ഥർ, 6 അനൗദ്യോഗിക അംഗങ്ങൾ. ആകെ എത്ര പേര്? 21 പേര്. ക്ലിയർ ആണേ? കേരള തൊഴിലാളി ക്ഷേമനിധിയുടെ പരിധിയിൽ ഉൾപ്പെടുന്നവ ഏതൊക്കെ നിയമങ്ങളാണ് കേരള തൊഴിലാളി ക്ഷേമനിധിയുടെ പരിധിയിൽ വരിക? 1948 ഫാക്ടറീസ് നിയമം സെക്ഷൻ 2 പറയുന്ന തൊഴിലാളികൾ. 1948 ഫാക്ടറീസ് നിയമത്തിലെ സെക്ഷൻ 2 പറയുന്ന തൊഴിലാളികൾ. 1951 പ്ലാന്റേഷൻ ആക്ടിന്റെ പരിധിയിൽ വരുന്ന തൊഴിലാളികൾ. പ്ലാന്റേഷൻ കോർപ്പറേഷനിൽ വരുന്ന തൊഴിലാളികളൊക്കെ വരുമെന്നർത്ഥം. 1975 കേരള തൊഴിലാളി ക്ഷേമനിധി നിയമം അനുസരിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളിലെയും തൊഴിലാളികൾ.
1975 കേരള തൊഴിലാളി ക്ഷേമനിധി നിയമം അനുസരിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളിലെയും തൊഴിലാളികളും ഇതിനകത്ത് വരും. അപ്പൊ കേന്ദ്ര ഗവൺമെന്റ് പാസാക്കിയ 1948 ഫാക്ടറീസ് നിയമം സെക്ഷൻ 2 പറയുന്ന തൊഴിലാളികൾ, 1951 പ്ലാന്റേഷൻ ആക്ടിന്റെ പരിധിയിൽ വരുന്ന തൊഴിലാളികൾ, കൂടാതെ 1975 കേരള തൊഴിലാളി ക്ഷേമനിധി നിയമം അനുസരിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളിലെ തൊഴിലാളികളും എന്തിൽ അംഗങ്ങളാണ്? കേരള തൊഴിലാളി ക്ഷേമനിധിയുടെ പരിധിയിൽപ്പെടുന്നവരാണ്. ഓക്കെ അല്ലേ? ഇമ്പോർട്ടന്റ് ആണ്. ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് എന്ന് പറയുന്ന കേരള ഗവർണൻസിന്റെ ഉപവിഭാഗമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇന്ന് പഠിച്ച കാര്യങ്ങൾ പൂർണ്ണമായിട്ട് നമുക്കൊന്ന് റിവിഷൻ ചെയ്താലോ? 2002 ദേശീയ തൊഴിൽ കമ്മീഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അത് ഒന്നുകൂടെ റിവിഷൻ ചെയ്താണ് നമ്മളൊന്ന് പഠിച്ചത്. അതുകൊണ്ട് തന്നെ നമുക്ക് റിവിഷൻ ചെയ്യാം. അപ്പോൾ ദേശീയ തൊഴിൽ കമ്മീഷൻ 2002 തൊഴിലാളികളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നഷ്ടമാകാതിരിക്കാൻ സാർവത്രികവും സമഗ്രവുമായ സാമൂഹിക സുരക്ഷാ കവറേജിന്റെ ആവശ്യകതയും, കൂടാതെ ഈ ലക്ഷ്യം നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് നിലവിലുള്ള നിയമങ്ങൾ ഏകീകരിക്കുകയും ലഘൂകരിക്കുകയും ചെയ്യണമെന്ന് നിർദ്ദേശിച്ചത് 2002 ദേശീയ തൊഴിൽ കമ്മീഷനാണ്. മറ്റ് നിർദ്ദേശങ്ങൾ എന്തൊക്കെ? സാമൂഹ്യ സുരക്ഷാ സംവിധാനം എല്ലാ സ്ഥാപനങ്ങൾക്കും ബാധകമാക്കണം. അതായത് സർക്കാർ, അർദ്ധ സർക്കാർ, സ്വകാര്യ സ്ഥാപനങ്ങൾ. നിലവിലുള്ള വേതന പരിധി നീക്കം ചെയ്യണം. നിലവിലുള്ള പദ്ധതികളുടെ പ്രവർത്തനപരമായ സംയോജനം ഉണ്ടായിരിക്കണം. പദ്ധതികൾ എന്ന് പറയുമ്പോൾ പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായി കുറേയധികം സ്കീംസ് രൂപീകരിച്ചിട്ടുണ്ടാവാം, നിയമങ്ങൾ രൂപീകരിച്ചിട്ടുണ്ടാകും. അവയെല്ലാം എന്ത് ചെയ്യണം? സംയോജിപ്പിച്ചുകൊണ്ട് പരമാവധി ഒരൊറ്റ പദ്ധതിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. വിവിധ പദ്ധതികളാകുമ്പോൾ കൺഫ്യൂഷൻ ആയി പോകും അല്ലെ? അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സാമൂഹിക സുരക്ഷാ കോഡ് 2020 2002 ദേശീയ തൊഴിൽ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം രൂപീകരിക്കപ്പെട്ടതാണ് 2020 സാമൂഹിക സുരക്ഷാ കോഡ്. സംഘടിതമോ അസംഘടിതമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മേഖലയിലെയോ എല്ലാ തൊഴിലാളികൾക്കും ജീവനക്കാർക്കും സാമൂഹിക സുരക്ഷ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സാമൂഹിക സുരക്ഷയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ഭേദഗതി ചെയ്യുന്നതിനും ഏകീകരിക്കുന്നതിനുമായി നിലവിൽ വന്ന കോഡാണ് സാമൂഹിക സുരക്ഷാ കോഡ് 2020. സാമൂഹിക സുരക്ഷാ കോഡ് 2020 പ്രസിഡന്റിന്റെ അംഗീകാരം ലഭിച്ചത് 2020 സെപ്റ്റംബർ മാസം 28-ാം തീയതി 2020 സെപ്റ്റംബർ മാസം 28-ാം തീയതിയാണ്. ക്ലിയർ? വാർദ്ധക്യം, അപകടങ്ങൾ, പ്രസവം തുടങ്ങിയ സാഹചര്യങ്ങളിൽ ആരോഗ്യ പരിരക്ഷയും വരുമാന സുരക്ഷ ഉറപ്പാക്കാൻ തൊഴിലാളികൾക്ക് നൽകുന്ന നടപടികൾ സാമൂഹിക സുരക്ഷാ കോഡിന്റെ പരിധിയിൽ വരും. ഓക്കെ, അവിടെ പ്രസവം എന്ന് പറയുമ്പോൾ അത് സ്ത്രീക്കും പുരുഷനും വരും. അതായത് ഭാര്യ പ്രസവിക്കുകയാണ്, ഭർത്താവിനും എന്ത് ചെയ്യാം, പരിചരിക്കുമെന്നതിന് വേണ്ടിയിട്ട് 7 മുതൽ 30 ദിവസം വരെയുള്ള അവധി ശമ്പളത്തോടുകൂടി അനുവദിക്കും കേട്ടോ. സാമൂഹിക സുരക്ഷയുമായി ബന്ധപ്പെട്ട 9 കേന്ദ്ര തൊഴിൽ നിയമങ്ങൾ സംയോജിപ്പിച്ചുകൊണ്ടാണ് 2020 സാമൂഹിക സുരക്ഷാ കോഡ് രൂപീകരിക്കുക. ഈ തൊഴിൽ നിയമങ്ങളുടെ വർഷങ്ങൾ PSC ചോദിച്ചേക്കാം, അതുകൊണ്ട് നമ്മളത് പഠിച്ചുറപ്പിച്ചു. 9 കേന്ദ്ര തൊഴിൽ നിയമങ്ങൾ: ജീവനക്കാരുടെ നഷ്ടപരിഹാര നിയമം 1923, എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് നിയമം 1948, എംപ്ലോയീസ് പ്രോവിഡന്റ് ഫണ്ടുകളും വിവിധ വ്യവസ്ഥകളും നിയമം 1952, പ്രോവിഡന്റ് ഫണ്ടുകളും വിവിധ വ്യവസ്ഥകളും 1952, എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകൾ നിയമം 1959, പ്രസവാനുകൂല്യ നിയമം 1961, ഗ്രാറ്റുവിറ്റി പേയ്മെന്റ് നിയമം 1972, സിനിമാ തൊഴിലാളികളുടെ ക്ഷേമനിധി നിയമം 1981, ബിൽഡിംഗ് ആൻഡ് അതർ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് വെൽഫെയർ സെസ് 1996, അസംഘടിത തൊഴിലാളികളുടെ സാമൂഹിക സുരക്ഷാ നിയമം 2008. കേരള തൊഴിൽ വകുപ്പ് നിലവിലുള്ള തൊഴിൽ നിയമങ്ങൾ കൃത്യമായി നടപ്പിലാക്കുന്നതോടൊപ്പം തൊഴിലാളികളുടെ സാമൂഹിക സുരക്ഷ ഉറപ്പാക്കുന്നതിനും അവർക്ക് വേണ്ടി മെച്ചപ്പെട്ട പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിന് വേണ്ടി രൂപീകരിച്ചതാണ് കേരള തൊഴിൽ വകുപ്പ്. കേരളത്തിൽ ആദ്യമായി തൊഴിൽ വകുപ്പ് ഒരു സ്വതന്ത്ര വകുപ്പായി രൂപീകരിക്കപ്പെട്ടത് തിരുവിതാംകൂറിലാണ്. 1946 കൃത്യമായി പറഞ്ഞാൽ ജനുവരി 26-ാം തീയതി സർ CP രാമസ്വാമിയർ എന്ന തിരുവിതാംകൂർ ദിവാനാണ് തുടക്കം കുറിക്കുക. അപ്പോഴത്തെ തിരുവിതാംകൂർ ഭരണാധികാരി ശ്രീ ചിത്തിര തിരുനാളുമാണ്. പക്ഷെ ദിവാനായ CP രാമസ്വാമിയറാണ് തുടക്കം കുറിച്ചത് എന്നതിനാൽ അദ്ദേഹത്തിന്റെ പേര് ഇവിടെ പരാമർശിച്ചു. ലക്ഷ്യം എന്താണ്? കേരള തൊഴിൽ വകുപ്പിന്റെ ലക്ഷ്യം എന്താണ്? സ്വച്ഛവും സമാധാനപരവുമായ ഒരു തൊഴിലന്തരീക്ഷം സൃഷ്ടിക്കുക. കേരള തൊഴിൽ വകുപ്പിന്റെ മേധാവി ലേബർ കമ്മീഷണർ എന്ന സ്ഥാനപ്പേരിലാണ് അറിയപ്പെടുക. കേരള സർക്കാർ തൊഴിലില്ലായ്മ വിവേചന പരിപാടി ആരംഭിച്ചത് 1982 AK ആന്റണിയുടെ നേതൃത്വത്തിൽ. 18 മുതൽ 35 വയസ്സ് വരെയുള്ളവർക്കാണ് തൊഴിലില്ലായ്മ വേതനം കിട്ടുക. പ്രതിമാസം 120 രൂപ എന്ന കണക്കിൽ. എല്ലാ മാസവും കിട്ടണമെന്നില്ല, ചിലപ്പോൾ ഒരു വർഷത്തേക്ക് ഒരുമിച്ചായിരിക്കും വിതരണം ചെയ്യുക. തദ്ദേശ സ്വയംഭരണ വകുപ്പിലാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. നിലവിൽ തൊഴിലില്ലായ്മ എന്ന് പറഞ്ഞ തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ അപേക്ഷ കൊടുക്കുമ്പോൾ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം തൊഴിലാണ് അനുവദിക്കുക. തൊഴിൽ അനുവദിക്കാൻ പഞ്ചായത്തിന് കഴിഞ്ഞില്ലെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത്? തൊഴിലില്ലായ്മ വേതനം അനുവദിക്കുക കേട്ടോ.
കേരളത്തിലെ പ്രതിദിന ശരാശരി വേതനം ഗ്രാമീണ തൊഴിലാളികളിൽ ഒന്നാം സ്ഥാനം കേരളത്തിൽ, ശരാശരി വേതനത്തിൽ ഒന്നാം സ്ഥാനം കേരളത്തിൽ തന്നെയാണ്. ദേശീയ ശരാശരിയേക്കാൾ ഇരട്ടിയുണ്ട് എന്നത് യാഥാർത്ഥ്യം. കാർഷികേതര തൊഴിലാളികളാണെങ്കിൽ കേരളത്തിൽ 677 രൂപ 60 പൈസ, ദേശീയ ശരാശരി 315 രൂപ 30 പൈസ. കാർഷിക തൊഴിലാളികളാണെങ്കിൽ 706 രൂപ 50 പൈസയാണ് കേരളത്തിലെ ശമ്പളം, ദേശീയ ശരാശരി ആകട്ടെ 309 രൂപ 90 പൈസ. നിർമ്മാണ തൊഴിലാളികൾ കേരളത്തിൽ 829 രൂപ 70 പൈസയും ദേശീയ ശരാശരി 362 രൂപ 20 പൈസയും. കേരളത്തിൽ ഏറ്റവും കൂടുതൽ തൊഴിലാളികൾ കാണപ്പെടുന്ന ജില്ല എറണാകുളമാണ്, ഏറ്റവും കുറവ് വയനാട്. എന്നാൽ കർഷക തൊഴിലാളികൾ പാലക്കാടാണ്. നമ്മളത് കാർഷിക മേഖല പഠിക്കുമ്പോഴാണ് അത് പഠിക്കുക കേട്ടോ. സ്ത്രീ തൊഴിലാളികൾക്ക് തൊഴിലിടങ്ങളിലെ പരാതി അറിയിക്കുവാനും പരിഹരിക്കുവാനും ആരംഭിച്ച പദ്ധതിയാണ് സഹജ. സഹജ പദ്ധതിയുടെ ടോൾ ഫ്രീ നമ്പർ 1900-425-55215. എല്ലാ ജില്ലയിലും ചുമട്ടുകൂലി നിരക്കുകൾ, സംശയ ദൂരീകരണ പരാതി എന്നിവ സമർപ്പിക്കാനുള്ള സൗകര്യം ലഭ്യമാക്കുന്നതിന് വേണ്ടി കേരള തൊഴിൽ വകുപ്പ് പുറത്തിറക്കിയ ആപ്ലിക്കേഷനാണ് തൊഴിൽ സേവ എന്ന പേരിൽ അറിയപ്പെടുക. അസംഘടിത മേഖലയിൽ തൊഴിൽ ചെയ്യുന്നവർക്ക് സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ എത്തിക്കാനായി നൽകുന്ന ഒരു ഏകീകൃത തിരിച്ചറിയൽ കാർഡാണ് ഈ ശ്രം കാർഡ് എന്ന പേരിൽ അറിയപ്പെടുക. ഈ ശ്രം കാർഡിന് അപേക്ഷിക്കാൻ കഴിയുന്നത് 16 മുതൽ 59 വയസ്സ് വരെയുള്ള ആൾക്കാർക്ക്. 60 വയസ്സ് തികയാൻ പാടില്ല. 16 വയസ്സ് പൂർത്തീകരിക്കുന്നതിന് മുമ്പും അപേക്ഷിക്കാൻ പാടില്ല. ആദായ നികുതി അടയ്ക്കുന്നവരോ EPFO, ESI എന്നിവയിൽ അംഗമായവരോ എന്ത് ചെയ്യാൻ പാടില്ല, ഈ ശ്രം കാർഡിന് അപേക്ഷ നൽകുവാൻ പാടുള്ളതല്ല. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലെ ഉദ്യോഗാർത്ഥികളെ തൊഴിലിന് പ്രാപ്തരാക്കാൻ സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം നൽകുന്ന പദ്ധതിയാണ് സമന്വയ എന്ന പേരിൽ അറിയപ്പെടുക. കേരളത്തിലെ ബിരുദ വിദ്യാർത്ഥികൾക്ക് പഠനത്തോടൊപ്പം ബിരുദാനന്തര ബിരുദം നേടുന്നതിന് ആവശ്യമായ പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ധനുസ്. കേരളത്തിലെ നോക്കുകൂലി നിരോധനം നിലവിൽ വന്നത് എന്നാണ് 2018 മെയ് മാസം 1-ാം തീയതി. കേരളത്തിലെ ആദ്യത്തെ നോക്കുകൂലി രഹിത നഗരം എന്നറിയപ്പെടുന്നത് തിരുവനന്തപുരവും. കേരള തൊഴിലാളി ക്ഷേമനിധി ബോർഡ് നിലവിൽ വന്നത് 1977 മെയ് മാസം 1-ാം തീയതി. അടിസ്ഥാന നിയമം എന്ന് പറയുന്നത് 1975 കർഷക തൊഴിലാളി ക്ഷേമനിധി നിയമമാണ്. കേരള സംസ്ഥാനത്തെ തൊഴിലാളികളുടെ ക്ഷേമ താൽപര്യം സംരക്ഷിക്കുക എന്നതാണ് കേരള സംസ്ഥാന തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ പ്രധാന ലക്ഷ്യം. ആകെ 21 അംഗങ്ങളാണ് ഉണ്ടാവുക. തൊഴിലുടമകളുടെ 5 പ്രതിനിധികൾ, ജീവനക്കാരുടെ 5 പ്രതിനിധികൾ, 5 സർക്കാർ ഉദ്യോഗസ്ഥർ, 6 അനൌദ്യോഗിക ഉദ്യോഗസ്ഥർ എന്നിവർ. ഇതിൽ നിന്ന് ഒരാള് ചെയർമാനായിട്ട് മാറും. കേരള തൊഴിലാളി ക്ഷേമനിധിയുടെ പരിധിയിൽ ഉൾപ്പെടുന്നവ 1948 ഫാക്ടറീസ് നിയമം സെക്ഷൻ 2 പറയുന്ന തൊഴിലാളികൾ, 1951 പ്ലാന്റേഷൻ ആക്ടിന്റെ പരിധിയിൽ വരുന്ന തൊഴിലാളികൾ, 1975 കേരള തൊഴിലാളി ക്ഷേമനിധി നിയമം അനുസരിക്കുന്ന, അത് സ്വകാര്യ സ്ഥാപനമായിക്കോട്ടെ അർദ്ധ സർക്കാർ സ്ഥാപനമായിക്കോട്ടെ, അവിടുത്തെ എല്ലാ തൊഴിലാളികളും എന്തിൽ വരും? ഈ കേരള തൊഴിലാളി ക്ഷേമനിധിയുടെ പരിധിയിൽ ഉൾപ്പെടും. ഓക്കെ അല്ലേ? മറക്കരുത്, ഇമ്പോർട്ടൻ്റ് ആണ്. ക്ഷേമനിധി എന്ന് പറയുമ്പോൾ തൊഴിൽ ചെയ്യുന്നവർക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആനുകൂല്യങ്ങൾ നൽകണം. കൂടാതെ റിട്ടയർമെന്റ് ചെയ്തു കഴിഞ്ഞാലും അവർക്ക് ആനുകൂല്യം നൽകണം എന്നതാണ് ക്ഷേമനിധി ബോർഡ് കൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലുണ്ടെന്ന് ഞാൻ കരുതുന്നു. ഇത്രയും കൃത്യമായി പഠിച്ചുറപ്പിച്ചു വരിക. ഇതിന്റെ തുടർച്ചയായിട്ട് ESA നിയമവും EPFO നിയമവും ഒക്കെ നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ പഠിച്ചുറപ്പിക്കുവാനായിട്ട് ശ്രമിക്കാം. അതൊക്കെ പഠിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കും. അത് കഴിഞ്ഞ് കേന്ദ്ര ആവിഷ്കൃത പദ്ധതികളിലേക്ക് പോകും. വിവിധ പഞ്ചവത്സര പദ്ധതികളിൽ ഒത്തിരി കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? പദ്ധതികൾ രൂപീകരിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാർ. ആ പദ്ധതികളൊക്കെ നമ്മൾ പഠിക്കും. കുറെ സ്കീംസ് ഒക്കെയാണ് പഠിക്കാനുള്ളത്. സ്കീംസ് ഒക്കെ എളുപ്പമാണ്, പക്ഷേ ഒരുപാട് വർഷങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാം. കൺഫ്യൂഷനുകളൊക്കെ മാറ്റി വസ്തുതാപരമായി തന്നെ നമ്മൾ എന്ത് ചെയ്യും? പഠിച്ചുറപ്പിക്കും. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ.